നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ഇത് ചോദ്യം ചെയ്തത് രണ്ടാം തവണയാണ്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തത്. കൊച്ചി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യക്ക് കരാറുണ്ടായിരുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇത് രണ്ടാം തവണയാണ് നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സേവ് ബോക്സിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടന്നതായി മുൻപ് കണ്ടെത്തിയിട്ടുണ്ട്. സേവ് ബോക്സ് എന്ന പേരിൽ വിവിധയിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന സംഭവത്തിൽ തൃശൂർ സ്വദേശി സ്വാതിക് റഹ്മാനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കിഴക്കേക്കോട്ട സ്വദേശിയുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസാണ് സ്വാതിയെ അറസ്റ്റ് ചെയ്തത്. സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞാണ് സ്വാതിക് റഹീം ലക്ഷങ്ങൾ തട്ടിയെന്നായിരുന്നു പരാതി. മാസം 25 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്താണ് സ്വാതിക് റഹീം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. 100-ലധികം പേരിൽ നിന്ന് ഇത്തരത്തിൽ ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു വിവരം. എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ ലഭിച്ചിരുന്നില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഈ ലേലത്തിൽ പങ്കെടുക്കാനായി സേവ് ബോക്സ് നൽകുന്ന വിർച്വൽ കോയിനുകൾ പണം കൊടുത്തു വാങ്ങണം. ഈ കോയിനുകൾ ഉപയോഗിച്ചായിരുന്നു ലേലം. ഏതായാലും ഇത് രണ്ടാം തവണയാണ് ജയസൂര്യയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ജയസൂര്യയുമായി ബന്ധപ്പെട്ട ഒരു പീഡന പരാതിയായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പ്, അതും ഇഡി തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ബ്രാൻഡ് അംബാസഡർമാരായി പലരെയും ഇത്തരത്തിൽ നിയമിക്കാറുണ്ട്. പക്ഷെ ബ്രാൻഡ് അംബാസഡർമാരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുന്നതായി കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡറെ ചോദ്യം ചെയ്യുമ്പോൾ ജയസൂര്യക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതും ഇപ്പോൾ സംശയകരമായി തന്നെ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ ഈ രണ്ടാം തവണയും ഇഡി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല.